വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ വേറെ ഒരു ക്രേപ്പ് സിൽക്കിലോട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ട് നല്ല അടിപൊളിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് കാണുമ്പം ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു ഫാബ്രിക് ആയിട്ട് തോന്നും നോർമൽ, പക്ഷെ ഇത് ക്രേപ്പ് സിൽക്കിലാണ് ഈ ഫാബ്രിക് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഫുള്ളി ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി പാറ്റേണിലേക്ക് ഇപ്പൊ ഞാനിപ്പോ വേറെ ഏതൊക്കെ ഒരു ഷ്രഗ് ഇട്ട ഒരു ഫീൽ അതുപോലെ ഉണ്ടാവും. എന്നാൽ ഇത് അറ്റാച്ച്ഡ് ആയിട്ടിന്റെ സെന്ററിൽ നമ്മൾ ജോർജറ്റിന്റെ ഒരു പീസ് വെച്ചിട്ട് അതുപോലെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്കിലോട്ട് നല്ല വേറെ നെക്കൊന്നും കൊടുക്കാതെ ഇതുപോലെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ യു നെക്ക് കൊടുത്തിട്ട് ക്ലോത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫാബ്രിക്കിന് തന്നെ ക്ലോത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ക്രേപ്പ് സിൽക്കാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡ്രൈ വാഷ് ചെയ്യേണ്ടി വരും. അത്രയും കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും നിങ്ങൾക്ക് അത് കിട്ടിക്കഴിയുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. അത്രയും ഒരു പ്യുവർ നല്ലൊരു ഫാബ്രിക് ആണ്. അപ്പോൾ ഇതിന്റെ 3 കളേഴ്സ് ചെയ്തിട്ടുണ്ട്. എയർലൈൻ പാറ്റേണിലേക്കാണ് ചെയ്തിരിക്കുന്നത്. സെയിം പാറ്റേൺ നമ്മൾക്ക് വേണമെങ്കിൽ സ്വിറ്റും ചെയ്യാവുന്നതാണ്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് ഈ ഡിസൈൻ വേണ്ട ഫുൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ലെങ്ത് 48 ആണ് വരുന്നത്. അപ്പം 3 കളേഴ്സിൽ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ വേറെ ഇതേക്കുന്നത് നല്ല ജെറ്റ് ബ്ലാക്കിലോട്ട് ഇതേപോലെ ഒരു ഡിസൈൻ വരുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് ഇതുപോലെ റെഡ് ആണ്. റെഡ് എന്ന് പറഞ്ഞാൽ ഒരു റെഡിഷ് മെറൂൺ, ഓവർ റെഡ് അല്ല. അപ്പൊ അതിന്റെ സെന്ററിൽ നമ്മൾ ചെറിയൊരു ബൂട്ടാസ് ഉള്ളൊരു സെയിം സിമിലർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തും ക്ലോത്ത് ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തേർഡ് വൺ ഒരു റാണി പിങ്ക് ആണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. 3 കളേഴ്സും നല്ല ഭംഗിയാണ്. ഒരു ഡിഫറെന്റ് ആണിത്. ശരിക്കും നമ്മൾ എപ്പോഴും കാണുന്നതിലും ജോർജറ്റും അല്ലെങ്കിൽ ഓർഗൻസ ഫ്ലോറലൊക്കെ വരുന്നതിനെക്കാട്ടിലും എപ്പോഴും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രിന്റ് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെയാണ് കേട്ടോ ക്രേപ്പ് സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. അപ്പം ഇതുപോലെ ഇനി ഫ്രണ്ടിൽ ഇതാണ് കൊടുത്തേക്കുന്നത്. റെഡിന്റെ വന്നിട്ട് ഇതേപോലെ ഒരു ബൂട്ടാസ് വരുന്ന ഒരു ഫാബ്രിക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഈ 2 കളേഴ്സും ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പൊ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ബ്ലാക്കും റെഡിഷ് മെറൂൺ ഓർ ഈ ഒരു റാണി പിങ്ക് കളർ. ഈ ഒരു കളർ ഇതേപോലെ ഉണ്ട്. ഓവർ ആയിട്ടുള്ള റാണി പിങ്ക് കളർ അല്ല, നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ആ സിൽക്കിന്റെ ഒരു ക്വാളിറ്റി എന്തായാലും അതിനുണ്ടാവില്ല. അപ്പൊ നമ്മൾ സിൽക്ക് ഫാബ്രിക്കും നോർമൽ ഫാബ്രിക്കും വേറെ ചെയ്യുമ്പോൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും അതേ ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. അപ്പൊ ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. നെക്കിലോട്ട് ഇതേപോലെ ഒരു ക്ലോത്ത് ബട്ടണും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കളർ ഇതേപോലെയാണ്. ശരിക്കും ഒരു ഓവർകോട്ട് വേറെ ഇതേക്കണ പോലെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് നേരെ കാണുമ്പോഴും അങ്ങനെ തന്നെ തോന്നുന്നത്. ഞാൻ ബ്ലാക്ക് വേറെ ഇതിന്റെ ഒരു പ്രിന്റ് ഞാൻ ഈ ബാക്ക് ഇങ്ങനെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെയുണ്ട് ബ്ലാക്കിന്റെ പ്രിന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ഈ ഒരു റെഡിഷ് മെറൂൺ കളർ ഇതേപോലെയാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് ക്രേപ്പ് സിൽക്ക് ആണ് ഫാബ്രിക്, പ്യുവർ ഫാബ്രിക് ആണ്. ഫസ്റ്റ് നമ്മൾ ഡ്രൈ വാഷ് ചെയ്യേണ്ടി വരും. അപ്പൊ ലെങ്ത് 48 ആണ്. പിന്നെ എല്ലാ സൈസും അവൈലബിൾ ആണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ട് 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. മാക്സിമം 10 ആണ് കേട്ടോ. എന്നാലും പറയുന്നതാണ് അത്രയും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ 3 കളേഴ്സ് ഉണ്ട്. ഇതുപോലെ നല്ല അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ കാണുന്ന പോലെ സിമ്പിൾ അല്ല സംഭവം. ക്രേപ്പ് സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രീമിയം ക്വാളിറ്റി ആണ്. ഇതുപോലെ ഉണ്ടാവും. അപ്പം ഇതിന്റെ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത്? ബ്ലാക്ക് ആണോ, റാണി പിങ്ക് ആണോ, അതോ ഞാനിപ്പോൾ വേറെ എടുക്കുന്ന റെഡ് ആണോ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.